അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ തന്നെ കേട്ട വാർത്ത ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി നമ്മുടെ മക്കൾക്ക് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഈ ഒരു വാർത്ത കേട്ടതും ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ദുആ ലഭിക്കുമല്ലോ എന്നോർത്താണ്, ആ ഒരു വിശ്വാസത്തിലാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. കടയ്ക്കൽ ഒരു 14 വയസ്സുകാരിയുടെ മരണം, പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണം. കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി. എന്തു പറ്റിയ പൊന്നുമോൾക്ക് എന്ന് പടച്ചറബിന് മാത്രമേ അറിയൂ. സുബ്ഹാനല്ലാഹ്. കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്ന മരണം. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മക്കൾക്ക് വേണ്ടി 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുബാറിഷ 14 വയസ്സ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ കടക്കൽ ചാറായം ഇരട്ടക്കുളം നെല്ലിക്കാട്ടി വീട്ടിൽ മുഹമ്മദ് റാഫിയും ഷൈനമോളുമാണ്. പടച്ചറബ് അവർക്ക് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. അവരുടെ മനസ്സ് മാറാതെ പടച്ചറബ് നോക്കട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ, യാ റബ്ബേ, സഹിക്കാൻ പറ്റില്ല, കണ്ടു നിൽക്കാൻ പറ്റില്ല അവരുടെ ആ അവസ്ഥ. നമ്മൾ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞതാണ്. ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു മരണം എത്ര കാലമായാലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ആ പൊന്നുമോള് എന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഒരു രോഗമോ ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. എത്രയെത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. ചെറിയ മക്കൾ അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ്. ഇതെന്താണ് കാരണം? ഇതെന്തേ ആരും ഒന്ന് അന്വേഷിക്കാത്തത്? ഇതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്താത്തത് എന്താണ്? നമ്മളൊക്കെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മക്കളാണ് പെട്ടെന്ന് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. ഒരു സൂചന പോലും ഇല്ലാതെ. പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു ഫാത്തിമ. പിന്നെ ആ മോൾക്ക് എന്തു പറ്റി? ഓവർ കോൺഫിഡൻ്റ് ആണോ? ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണം വിശദമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ. അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പരീക്ഷയ്ക്ക് കുട്ടി പഠിക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയതാ. പക്ഷേ തിരികെ എത്തിയത് ചേതനയറ്റ ശരീരം. എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ? ഫാത്തിമ മുബാറിഷയുടെ ഈ ഒരു മരണം ആ മോളുടെ കുടുംബത്തിനും ആ നാട്ടുകാർക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇന്നലെ വരെ നല്ല ഉഷാറോടെ ചിരിച്ചും കളിച്ചും നടന്നുപോയ പൊന്നുമോള് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ? പരീക്ഷയുള്ളതിനാൽ പൊന്നുമോള് രാവിലെ തന്നെ ഉണർന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് ഏറെ ആവേശത്തോടെ ഏറെ ഉന്മേഷത്തോടെ ഫാത്തിമ മോള് പഠിക്കാനായി റൂമിലേക്ക് കയറിയതാ. എന്നാൽ ഏറെ നേരമായിട്ടും ആ മോളുടെ ഒരു ഒച്ചയോ അനക്കമോ ഒരു വിവരവുമില്ല. അങ്ങനെയാണ് വീട്ടുകാർ പരിഭ്രാന്തരായി കുട്ടിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കിയത്. അപ്പോൾ കണ്ടത് മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഫാത്തിമ മോളെയാണ്. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോൾക്ക് എന്ത് സംഭവിച്ചു? ഉടനെ തന്നെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്ക് എത്തും മുമ്പേ മരണപ്പെട്ടിരുന്നത്രേ. ഇതുപോലെയാണ് മിക്ക ആളുകളുടെയും കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കുന്നത്. ഒന്ന് ചികിത്സിക്കാനോ ഒന്ന് ആശുപത്രി വരെ എത്തിക്കാനോ സമയം ലഭിക്കാറില്ല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപാട് മക്കളായി ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുക, ആശുപത്രിയിലേക്ക് എത്തും മുമ്പേ മരണപ്പെടുക, ഒന്ന് ചികിത്സിക്കാൻ പോലും അവസരം ലഭിക്കാത്ത അവസ്ഥ. ഞാൻ ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ മാതാപിതാക്കളുടെ മനസ്സിന് അല്ലാഹു ശക്തി നൽകട്ടെ. ഈ ഒരു അപ്രതീക്ഷിതമായ മരണം ആ നാടിന് മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ്. കേൾക്കുന്ന നമ്മളും ഞെട്ടിപ്പോവുകയാണല്ലേ. ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ്, ഒരു മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്ന് സംഭവിച്ചത്. ഈ കുട്ടിക്ക് എന്തായിരിക്കും പ്രശ്നം? പരീക്ഷാ പേടിയാണോ? പഠിക്കാനൊക്കെ നല്ല മിടുക്കിയാണ്? ഓവർ കോൺഫിഡൻ്റ് ആണോ? അതോ പെട്ടെന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടാണോ? ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പഠിക്കാൻ പോയ മോൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും കരുതിയിട്ടുമില്ല. ആ കുഞ്ഞിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും
അർഹമുറാഹിമായ റബ്ബെ, പടച്ച റബ്ബെ, ഫാത്തിമ മുബാറിഷ എന്ന പൊന്നുമോൾ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. പടച്ച റബ്ബെ, പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ആ മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബെ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ചെറിയ മോളാണ് റബ്ബെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നാളെ ആ മാതാപിതാക്കളെയും പൊന്നുമോളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് മക്കൾ പല വിധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. നിന്റെ റഹ്മത്തിലേക്ക് വന്നിട്ടുണ്ട് റബ്ബെ. ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുണ്ട് റബ്ബെ. ആ മാതാപിതാക്കളുടെയൊക്കെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബെ. അവരുടെയൊക്കെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. അള്ളാഹുവെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.